നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ കോലാഹലമാണ് ചുറ്റും. ഈ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലങ്ങൾക്കിടയിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കോലാഹലത്തിന്റെ ഇടയിലിരുന്നു കൊണ്ട് തന്നെ സംസാരിക്കുന്ന കരുതിയത്. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് തന്നിട്ടുള്ള ഒരു വാർത്ത, വൈക്കം തലയാളത്തുള്ള LDF CPI തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ തലയാഴം സ്വദേശിയായിട്ട് പള്ളിക്കാശ്ശേരി ചെല്ലപ്പൻ 67 വയസ്സ്, അദ്ദേഹം ഒരു ജൈവ കർഷകനായിരുന്നു, ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ കയറി അല്ലെങ്കിൽ അവിടെ ആത്മഹത്യ ചെയ്തു. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാ? CPIയുടെ മണ്ടയിലാണ് ഈ കുറ്റം വരുന്നത്. CPIയുടെ മണ്ടയിൽ ചാരിയിട്ട് പിണറായിക്ക് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ഈ CPM കേരളത്തിലെ കർഷകരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. അവർക്ക് നെല്ലിന് പണം കൊടുക്കുന്നില്ല, മറ്റൊന്നിനും പണം കൊടുക്കുന്നില്ല, പെൻഷനില്ല. നെല്ലിന് പണം കൊടുക്കുന്നത് കർഷകരുടെ പേരിൽ ലോൺ എടുക്കുകയാണ്. എന്നിട്ട് ആ ലോണ് സർക്കാർ അടയ്ക്കാന്ന് പറയുന്നത്. അതായത് ഇവർ സദാ കടക്കാരാണ് എന്ന് അറിയാമല്ലോ. നമ്മുടെ സാധാരണക്കാരായ ആൾക്കാർക്ക് സകലതും കേടുവരുത്തുന്ന ഒരു സാധനമാണ് സിബില്. ഈ സിബിൽ ഇങ്ങനെ ഇവൻ നിരന്തരം കടക്കാരനാണ് എന്ന് ബോധിപ്പിച്ചാൽ അവന് പിന്നെ ഒരു ലോണും കിട്ടില്ല. ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ലോണോ മറ്റു കാര്യങ്ങൾക്കോ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ആ സ്ഥാനത്ത് ഇവരുടെ പേരിൽ കംപ്ലീറ്റ് ലോൺ എടുത്ത് ഇങ്ങനെ അവർ കടക്കാരാക്കി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു കളിയായിട്ടായിരുന്നു. ആ കളീന്റെ ഭാഗമായി ലോൺ എടുത്തു കൊടുക്കുന്നു. എന്നാൽ കൊയ്ത് കഴിഞ്ഞിട്ട് ആ നെല്ല് അങ്ങോട്ട് വാങ്ങി അതിന്റെ കാശം കൊടുത്താലോ? സർക്കാർ ലോൺ എടുക്കട്ടെ. അതെങ്ങനെ സർക്കാർ ലോൺ എടുക്കും? നോക്കൂ, 3.5 കോടി ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ കഴിഞ്ഞ കേരളപ്പിറവിക്ക് ശേഷം 10 വർഷം മുമ്പ് വരെയുള്ള കടം എടുത്ത് നോക്കിയാൽ ഒരു 1.something ലക്ഷം കോടി, അത്രയാണ് കടം. ആ കടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 5-5 ലക്ഷം കോടി, 6 ലക്ഷം കോടിക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. അത്രയും ഭീകരമായിട്ട് കടം വാങ്ങി. ഏത് ഈ 3.5 കോടി ജനങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ചേർത്തിട്ടാ. അതിൽ പ്രായപൂർത്തിയാകാത്തവരെയും 60-ന് മേലെ പ്രായമുള്ള വൃദ്ധജനങ്ങളെയും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും, കേരളത്തിലെ ഓരോ വ്യക്തിക്കും 10 ലക്ഷം രൂപ കടമുണ്ട്. അതായത് ഞാൻ ഇന്ന് 10 ലക്ഷം രൂപ കടക്കാരനാ, എന്നെ കേൾക്കുന്ന നിങ്ങളും 10 ലക്ഷം രൂപ കടക്കാരനാ. ആ കോലത്തിൽ എത്തിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കേൾക്കണോ, ഇന്ന് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത വാർത്ത, നമ്മളൊരു കർഷകൻ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കുന്നു. രാവിലെ ടിറ്റോ, എൻ്റെ ഒരു പ്രേക്ഷകൻ വിളിച്ച് ഈ കാര്യം പറഞ്ഞിരുന്നു. നെല്ല് അവരുടെ പാടത്തും നെല്ല് കൂട്ടിയിട്ടേക്കാണ്, വാങ്ങാൻ ആളില്ല, വിൽക്കാൻ ആളില്ല, ഒരു നിവൃത്തിയില്ല. സർക്കാരാകണം എടുക്കണമില്ല, എന്നെടുക്കുമെന്ന് യാതൊരു നിവൃത്തിയില്ല. ഇതൊക്കെ ദിനം നമ്മൾക്ക് വരുന്ന കോളുകളും മറ്റു വാർത്തകളുമാണ്. അല്ലെങ്കിൽ നമ്മൾ പടച്ചുണ്ടാക്കുന്ന വാർത്തയൊന്നുമല്ലല്ലോ. ഈ 3.5 കോടി ജനങ്ങളിൽ ഈ 10 ലക്ഷം രൂപ വീതം കടം വരുത്തി വെക്കുമ്പോൾ ഈ സർക്കാർ കാണിച്ചു കൂട്ടിയേക്കുന്ന എന്താണ്? ഹോർഡിങ്സുകൾ. ഇപ്പോൾ പിണറായിയെ ഞാനാണ് രാജാവ് എന്ന് ജനങ്ങളെ മുഴുവൻ കാണിക്കാൻ, ഞങ്ങളെ തന്നെ തെരഞ്ഞെടുത്തു നിങ്ങൾ വീണ്ടും കക്കാനും മുക്കാനും ഏൽപ്പിക്കൂ എന്ന് ഹോർഡിങ്സുകൾ വെക്കുന്നുണ്ട്. ഇതിൽ 1-2 ഹോർഡിങ്സിന്റെ പണം മതിയായിരുന്നു ആ കർഷകന്റെ ആത്മഹത്യ തടയാൻ. അതായത് ഇവിടുത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും മറ്റു തൊഴിലാളികളെയും ഒക്കെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഫണ്ടില്ലാഞ്ഞിട്ടല്ല. ആ ഫണ്ടുകൾ പുട്ടടിക്കുക. അത് പുട്ടടിച്ച് ജനങ്ങളെ വീണ്ടും കഴുതകളാക്കി, കോവർ കഴുതകളാക്കി, ഇനി ഒരു വേള പട്ടിക്കൂട്ടങ്ങളാക്കി അങ്ങോട്ട് കണ്ടിട്ട് ഇവരങ്ങോട്ട് നിൽക്കുകയാണ്. അതായത് ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ വാലാട്ടി അങ്ങോട്ട് ചെല്ലും, അങ്ങോട്ട് പോടാ എന്ന് പറയുമ്പോൾ വാലാട്ടി അങ്ങോട്ട് പോകും എന്നതുപോലെയാണ് കാര്യങ്ങൾ. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ഇവരുടെയൊക്കെ പ്രതിനിധികളായി ഈ നാടിനെ നയിക്കാനാണ് എന്ന ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതാണ് ഇവറ്റകൾ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ തമ്പുരാക്കന്മാരായി കയറി വാണരുളുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ കൊല്ലപ്പെടുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൊന്നതാണ്, ഈ സർക്കാർ കൊന്നതാണ് ഈ പള്ളിക്കാശ്ശേരി ചെല്ലപ്പനെ. 67 വയസ്സുണ്ടായിരുന്നു അദ്ദേഹം. ഈ 67കാരന്റെ വിയോഗ വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഇതിനു മുമ്പും പലരും ഇതുപോലെ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ കടക്കണി, ആ കടക്കണി സർക്കാർ ഉണ്ടാക്കിച്ചുള്ള കടക്കണി, യഥാസമയം പണം കിട്ടാത്തുള്ള കടക്കണി, കർഷകന്റെ പേരിൽ, കർഷക തൊഴിലാളിയുടെ പേരിൽ മന്ത്രിയുണ്ട്, ഇവിടെ സംവിധാനങ്ങളുണ്ട്, അവറ്റകളെല്ലാം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നുണ്ട്. ഈ മന്ത്രിമാർക്കാകട്ടെ മറ്റുള്ളവരിൽ നിന്ന് കോടികൾ കിട്ടുന്നുമുണ്ട്. അവരൊക്കെ നല്ല പണക്കാരായി വാഴുന്നുമുണ്ട്. CPMന്റെ ഏതെങ്കിലും ഒരു മന്ത്രി കടം കയറി മുടിഞ്ഞ് ഇതുപോലെ കയറെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഈ അടുത്ത് കേട്ടത് കയറെടുത്തില്ല എന്നുണ്ടെങ്കിലും കടം കയറി മുടിഞ്ഞ MK മുനീർ എന്ന ഒരു മന്ത്രിയുടെ, അത് ലീഗിന്റെ മന്ത്രിയാണ്.
മന്ത്രിമാരെ അങ്ങോട്ട് കൊടുത്തേ പരിചയമുള്ളൂ. ലീഗിനെ വർഗീയവാദികളാണ് എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കും, അപമാനിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഇതൊന്നും കാണൂല. ഇങ്ങനെയുള്ള കറുതീർന്ന മന്ത്രിമാർ, ജനങ്ങളെ സേവിക്കുന്ന ജനസേവകരായ മന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ട്. അവരുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകളായിട്ടുള്ള കുറെ ഭരണകർത്താക്കൾ കയറി വരുന്നതും അവർ പൗരപ്രമുഖരെ മാത്രം തേടിപ്പോകുന്നതും അങ്ങനെ പൗരപ്രമുഖരെ മാത്രം തേടിപ്പോകുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതും. പൗരപ്രമുഖർക്ക് അല്ലലില്ല, അവർക്ക് പട്ടിണിയും കടക്കണിയും ഇല്ല, അവർക്ക് കൃഷി മുതലുകൾ കൂട്ടിയിട്ട് ആ പണം എടുത്തുകൊണ്ട് അരി വാങ്ങേണ്ട ഒരു ഗതികേടില്ല. അങ്ങനെ യാതൊന്നുമില്ല. ഇവിടെ പാവപ്പെട്ടവനും കർഷകനും കർഷക തൊഴിലാളിക്കുമാണ് ഈ ബുദ്ധിമുട്ടും പ്രാരാബ്ദമൊക്കെ ഉള്ളത്. അവനെയൊക്കെ സംബന്ധിച്ച് അവരുടെ അടുത്തേക്ക് ഈ മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജനപ്രതിനിധികൾ ആരും പോവുകയില്ല. അതുകൊണ്ട് ഇതൊന്നും കാണയില്ല, അവരുടെ ദുരന്തങ്ങളോ അറിയത്തുമില്ല. എന്നാൽ ഇതിനേക്കാളും പടുകൊടിയ അവസ്ഥയിൽ നിന്ന് കയറി വന്നിട്ടുള്ള പിണറായി അടക്കമുള്ള മുഴുവൻ ആൾക്കാർ അവരെല്ലാം കോടീശ്വരന്മാർ, ഒരുപക്ഷെ ശതകോടീശ്വരന്മാരായി വിലസുമ്പോൾ അവർക്കൊന്നും ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഏതായാലും ഒരു കർഷക തൊഴിലാളി ഇപ്പം മരണപ്പെടുമ്പോൾ ഈ മരണത്തിന് വില കുറച്ച് കാണുന്നത് ശരിയായ കാര്യമല്ല. ഇതിന് വില കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. 1-2 ദിവസങ്ങൾക്കും വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് വേണ്ടി, നമ്മളെ സംരക്ഷിക്കാൻ, നമുക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരു ഭരണകൂടത്തെ തെരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരത്തിൽ ഈ കാണുന്നതിനൊക്കെ മറുപടി പറയാൻ കൂടി ഉള്ളതാണ് എന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ പ്രേക്ഷകരും ഓർക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. Different angles. Don't forget to subscribe and support this channel.